ഈ മജ്ലിസിൻ്റെ പ്രത്യേകത, പള്ളിയിൽ വെച്ച് ഖുർആനും ഹദീസും ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സദസ്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇവരോട് നീ പൊറുക്കണമേ, ഇവർക്ക് നീ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മലക്കുകൾ. ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മലക്കുകളോട് നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നാം പറഞ്ഞതുപോലെ അവസാനത്തെ 10 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 10 വലിയ പ്രാധാന്യമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിൻ്റെ അവസാനത്തെ 2 10 എത്തിക്കാഫിലായിരുന്നു. അവസാനത്തെ 10 പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് ഇരുന്നു. സുമ്മ അത്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, റസൂലുള്ളാഹിക്ക് ശേഷവും അവിടുത്തെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ഇത്തികാഫ് ഇരുന്നു എന്ന് കാണാം. വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം അത് അവതീർണമാകാൻ കാരണമായി തീരുന്നത് ഈ അവസാനത്തെ 10 അവസാനത്തെ 10 ഒരൊറ്റ രാത്രി, ആ രാത്രിക്ക് വേണ്ടി ഒരധ്യായം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഖദർ, നമ്മൾ 365 ദിവസവും നമുക്ക് പാരായണം ചെയ്യാവുന്ന ആ സൂറത്ത് ഒരു രാത്രിയുമായി ബന്ധപ്പെട്ടാണ്. ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിച്ചത് അങ്ങനെയാണല്ലോ. 1000 മാസങ്ങളെക്കാൾ ഉത്തമം. ശരാശരി 85 കൊല്ലം ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലുകളുടെ കൂലി ഒരൊറ്റ രാത്രി കൊണ്ട്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത ആയുസ് കുറവാണ്. 60ൻ്റെയും 70ൻ്റെയും ഇടയ്ക്ക് എന്നാണ്. 70 കഴിഞ്ഞാൽ പിന്നെ ബോണസാണ്. 60ൻ്റെയും 70ൻ്റെയും ഇടക്കാണ് ആയുസ്. അപ്പോൾ 1000ഓളം വർഷം ആയുസ്സുള്ള നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഖൗമിന് ലഭിക്കുന്ന പരലോകം തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അപ്പോൾ അവർ 1000 കൊല്ലത്തെ അമലുമായി വരുമ്പോൾ വെറും 60ഉം 70ഉം വർഷത്തെ അമലുമായി നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ ഫദ്ലാണ്. ഓരോ വർഷവും പിടിച്ചോ +85, നമുക്ക് എത്ര വയസ്സ് +85, അങ്ങനെ എത്ര കൊല്ലം കിട്ടിയോ അങ്ങനെ നമുക്ക് നൽകിയ വലിയ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ എന്നത്. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ 10 പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, മുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു എന്നാണ്. പറഞ്ഞാൽ ഒരുങ്ങുക, ഒന്ന് ഒരുങ്ങിയിട്ട് തയ്യാറാവുക. നമ്മളെല്ലാവരും നല്ല തിരക്കിലാണ്, ഒന്നിനും സമയമില്ലാത്ത ഓട്ടത്തിലാണ്. പക്ഷെ റസൂലുള്ളാഹി ആ ഓട്ടം അവിടെ നിർത്തും. എന്നിട്ട് 10 ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഒറ്റയാവുക, പടച്ചോനായിട്ട് ഒറ്റക്കാവുക. അതാണ് ഇത്തികാഫ് എന്നതിൻ്റെ മർമ്മം. അപ്പോൾ നമ്മുടെ മറ്റു ദുന്യവിയായ ചിന്തകൾ, അതുകൊണ്ടാണ് ഇത്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് ഭാര്യ ഭർത്തൃ ബന്ധം ഹറാമാണ്, പാടില്ല, അങ്ങനെ ഇത്തികാഫ് നിയത്ത് ചെയ്ത ആളുകൾക്ക്. അപ്പോൾ സ്വന്തം ഇണകളുമായി അവരുമായി സംസാരിക്കണ്ട എന്നൊന്നുമല്ല, മറിച്ച് ഏറ്റവും അഭേദ്യമായ ബന്ധം പടച്ചവനുമായി മാറുക എന്നതാണ് ഇത്തികാഫിൻ്റെ പ്രത്യേകത. എന്താണ് അവസാനത്തെ 10 വന്നാൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വളരെ സിമ്പിളായ ഒരു പ്രാർത്ഥന. ആദ്യ ഭാഗം അള്ളാഹുവിൻ്റെ വിശേഷണം പറയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അള്ളാഹുവേ തീർച്ചയായും നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പിനെ നീ ഇഷ്ടപ്പെടുന്നു. ഇതിലൊന്നും ദുആ ഇല്ല. ഫഅഫു അന്നി, അതിനാൽ എന്നോട് നീ മാപ്പാക്കേണമേ. ഇത് എത്ര പ്രാവശ്യം? 100, 200, 300 ഒന്നുമില്ല, ലക്ഷക്കണക്കിന് പ്രാവശ്യം കഴിയുമോ അങ്ങനെ നമുക്ക് ചെല്ലാം. അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ പള്ളിയിലേക്ക് നടന്നു വരുന്നു, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ പല സന്ദർഭങ്ങളിലായി വെറുതെ ഇരിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരൊറ്റ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള ത്വാഖത്ത് നമുക്കാർക്കുമില്ല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തീ കൊണ്ടുള്ള ഒരു ജോഡി ചെരുപ്പുകൾ. അത് ഇവിടുത്തെ തീയല്ല, ഇവിടുത്തെ തീയിൻ്റെ 69 എന്നൊരു റിപ്പോർട്ടിലും 70 ഇരട്ടി എന്ന് മറ്റൊരു റിപ്പോർട്ടിലും. അത്രയും വലുതാണ് അവിടുത്തെ തീ. അത് ഒരു മനുഷ്യനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അതു മുഖേന അവൻ്റെ തലയോട്ടി പതക്കും.
അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് സാരല്ല, ഒരു ചെറിയ തെറ്റല്ലേ എന്ന് പറഞ്ഞ് തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്നത് കാണാൻ പറ്റും. സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ആ നിലപാട് പാടില്ല. അപ്പോൾ ഒരു തെറ്റിനും ശിക്ഷിക്കപ്പെടാതെ നമ്മൾ രക്ഷപ്പെടുമോ? പടച്ചോന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അതിനാണ് ഈ ഇബാദത്ത് മുഴുവൻ നൽകിയത്, ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ. ഇനി നിസ്കാരത്തിൽ പറ്റിയ അബദ്ധങ്ങൾ സുന്നത്ത് നിസ്കാരം കൊണ്ട്, ഒരു നോമ്പ് മുതൽ അടുത്ത നോമ്പ് വരെ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും എന്ന് പറയാൻ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ തിന്മയുടെ ശിക്ഷ പോലും ഏറ്റുവാങ്ങാതിരിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനൊന്ന് പറയാം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അർത്ഥം വളരെ സിമ്പിളാണ്. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, അഥവാ നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്. നീ മാപ്പിനെ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, അതിനാൽ എന്നോട് മാപ്പാക്കണമേ. ഇവിടെ നമ്മൾ തൗബ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ സുപ്രധാനമായൊരു ഘട്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. അതിലൊരു കണ്ടീഷൻ മറന്നു പോകരുത്. വ്യക്തികളുമായി സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പടച്ചോനെ പൊറുക്കണമെന്ന് പടച്ചോൻ കൊടുക്കൂല. ഒരാൾക്ക് 10,000 ഉറുപ്പ്യ കൊടുക്കണ്ടായിട്ട് പടച്ചോനെ 10,000 ഉറുപ്പ്യ കൊടുക്കാനുള്ളത് പൊറുക്കണേ, 10,000 ആദ്യം അവിടെ കൊടുക്കണം. ഇനി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ട് ഞാനിങ്ങനെ ഒരു വിഷമത്തിലുള്ളത് ഒന്ന് പൊരുത്തപ്പെടിക്കണം, അല്ലെ ഉള്ളത് കൊടുത്തിട്ട്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും തീർക്കണം. 2, മറ്റൊരാൾക്ക് നമ്മൾ മുഖേന എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയാളോട് പറയണം. നമ്മളൊരാളെ പരിഹസിച്ചു, അയാൾക്കത് മാനസികമായിട്ട് വിഷമമുണ്ടാക്കി, അങ്ങനെ എന്തെങ്കിലും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈഗോ വെച്ച് പുലർത്തരുത്. ഞാനെങ്ങനെ പോനോട് പറയാം, ഞാൻ അങ്ങനത്തെ ആളല്ലേ, അങ്ങനത്തെ ആളുമല്ല നമ്മൾ. കാരണം പരലോകത്ത് വിജയിക്കാൻ ഇഹലോകത്ത് നമ്മൾ തോൽക്കാൻ തയ്യാറാവുക. എന്തെങ്കിലും അകൽച്ച ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, സ്വഹാബത്ത് നോമ്പിൻ്റെ മാസപ്പിറവി കാണുന്നത് കേൾക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ലാണ്. അവർക്ക് പേടിയാവുന്നത്. എങ്ങനെ? ഏതെങ്കിലും ആളുകളുമായി മാനസികമായ അകൽച്ചയോടുകൂടി നോമ്പിലേക്ക് കടക്കുന്ന തന്നെ സ്വഹാബത്തിന് പേടിയായിരുന്നു എന്നാണ്. നോമ്പിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം അവരെ ക്ലിയർ ആക്കും, കാരണം അമല് സ്വീകരിക്കണമല്ലോ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവസാനത്തെ 10 ഇത്തിക്കാഫിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ, ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത്തിക്കാഫിന് ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. പള്ളിയിൽ താഴെയോ മുകളിലോ എവിടെയാണെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. ആ സ്ഥലത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇത്തിക്കാഫിൻ്റെ ആദ്യഘട്ടത്തിൽ ഇപ്പം അന്നത്തെ കാലത്ത് പള്ളിയിൽ മണലൊക്കെ ആണല്ലോ, അവർ ചില കാലൊക്കെ കുത്തിയിട്ട് മറ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി പറയാൻ പറ്റൂല, കാരണം പള്ളിയല്ലേ. ആ മറ കെട്ടി അവരിയ്ക്കുന്നത് എന്തിനാ? അവരിങ്ങനെ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നതും കരയുന്നൊന്നും വേറെ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഇത്തിക്കാഫിൽ സംഭവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ആ സ്ഥലത്ത് സ്ഥിരമായി നമുക്കൊരു ഖുർആൻ ഉണ്ടാവുക. നമുക്കൊരു വിരിപ്പ് നിർബന്ധമാണ്. ഒരിക്കലും വിരിപ്പില്ലാതെ, മുണ്ടില്ലാതെ നമ്മൾ പള്ളിയിൽ കിടന്നുറങ്ങരുത്. കാരണം നമ്മുടെ വായിൽ നിന്ന് ഉമിനീരും മറ്റും വരും. നമ്മൾ എവിടെയാണോ കാല് വെക്കുന്നത് അവിടെ തന്നെയാണ് മുഖവും വെക്കുന്നത്. അതാണ് പള്ളിയുടെ പ്രത്യേകത. വൃത്തി എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളിൻ്റെ ഒരു ബുദ്ധിമുട്ട് പള്ളിയിൽ ഇബാദത്തെടുക്കാൻ വരുന്ന ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിരിപ്പ് നിർബന്ധമാണ്. അവിടെ മാത്രം, ആ സ്ഥലത്ത് മാത്രം കിടക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യാൻ എന്തൊക്കെ പടച്ചോൻ പറഞ്ഞോ അതൊക്കെ ചെയ്യാം. കാരണം നമ്മൾ അതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കല്ലേ, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായി രാവിലത്തെ ദിക്റുകൾ, നമ്മൾ ആരെങ്കിലും അത് ദിക്റുകൾ പൂർണ്ണമായും കയ്യിലില്ലെങ്കിൽ നേരെ മൊബൈൽ എടുക്കുക, പ്ലേ സ്റ്റോർ പോവുക, ജമീൽ ആപ്പ്, സ്വഹീഹായ ദിക്റുകൾ ക്രോഡീകരിച്ച ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അഹ്ലുസുന്നയുടെ ഒരു ആപ്പാണ് ജമീൽ ആപ്പ്. അതിൽ അദ്കാർന്ന് ഞെക്കി കൊടുത്താൽ രാവിലത്താണോ വൈകുന്നേരത്താണോ നമുക്ക് കിട്ടും. അത് നോക്കി നമുക്ക് ചെല്ലാം. അതിൽ ഹർക്കത്തുണ്ട്, ഒന്ന് അർത്ഥമുണ്ട്. അപ്പം അത് നോക്കി ചെല്ലാം. അതിൽ ചില ദിക്റുകൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം,
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ 100 പ്രാവശ്യം. അങ്ങനെ ഇതൊന്നും ഒരു പക്ഷേ അശ്രദ്ധയിൽ പല ദിവസവും 100 പ്രാവശ്യം നമ്മൾ ചെല്ലില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇത്തിക്കാഫ് ഇരിക്കുന്നത്? അപ്പോൾ അതൊക്കെ ആ ദിക്റുകളൊക്കെ നമ്മൾ കൃത്യമായി പൂർത്തിയാക്കുക. അതേപോലെ തന്നെ ളുഹാ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടൊരു നമസ്കാരമാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന 2 മുതൽ 8 വരെ റക്അത്താകാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ സമയം അനുസരിച്ചൊരു 11-11:30 സമയമാണ് ളുഹയുടെ ആപ്റ്റ് സമയം. സുബഹി കഴിഞ്ഞാൽ, പ്രഭാതം കഴിഞ്ഞാൽ ളുഹാൻ്റെ സമയം തുടങ്ങി. നമ്മുടെ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ശരാശരി അരമണിക്കൂർ മുമ്പ് ആ സമയം അവസാനിക്കും. അപ്പം അതുകൊണ്ട് ളുഹാ നമസ്കാരം നമ്മൾ നിർവഹിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം, ഒരുപക്ഷെ 2:10 ഖുർആൻ പാരായണത്തിൽ തോറ്റുപോയവരുണ്ടാവും. എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയില്ല എന്നുണ്ടാവും. ഒന്നും ആലോചിക്കേണ്ട, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിലവിൽ എത്തിയത് വേഗം ആ കത്തങ്ങോട്ട് തീർക്കുകയാണ് ആദ്യം വേണ്ടത്. അതുപോലെ ഓരോ ദിവസവും എത്ര ഓതണമെന്ന് നിശ്ചയിക്കണം. 3 ജുസ് ആണോ 5 ജുസ് ആണോ? 5 ജുസ് ഒന്നൊരു പ്രശ്നമല്ല ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ. അത് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഇത്തിക്കാഫ് കഴിഞ്ഞിട്ട് പറയും ഖുർആനൊന്നും വേണ്ടത്ര പിന്നെ ഇതിനെ ഇരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ നിശ്ചയിക്കണം, എനിക്ക് ഇത്ര ഓതണം. അപ്പം നമുക്ക് വൈകുന്നേരം അസർ കഴിയുമ്പോൾ പടച്ചോനെ ഇനിയുണ്ടല്ലോ ഒരു ജുസ് ഓതാൻ, വേഗം ഓതട്ടെ. അപ്പോൾ ഒരു ടാർജറ്റ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഇരുത്തം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റാതെ പോകും. മറ്റൊന്ന്, നമുക്ക് എന്തും പഠിക്കാം. വിശുദ്ധ ഖുർആൻ്റെ ഏതെങ്കിലും ഒരു സൂറത്തും അതിൻ്റെ തഫ്സീറും എനിക്ക് ഒരാൾ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. QMT എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഇനി അമാൻ്റെ പരിഭാഷ നമുക്ക് പള്ളിയിൽ നിന്ന് എല്ലാവർക്കും എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ആ ആപ്പിലേക്ക് പോയാൽ നമുക്ക് അമാനി പരിഭാഷ മൊബൈലിൽ കിട്ടും. അപ്പോൾ ഏത് സൂറത്താണോ ഏത് ജുസ് ആണോ അർത്ഥസഹിതം പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചത്, അത് രാവിലെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് രാവിലെ 10 to 11 ഖുർആൻ അർത്ഥം പഠിക്കേണ്ട സമയമാണ്. ഒരാൾ അങ്ങനെ നിശ്ചയിച്ചു, അപ്പോൾ അത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ കാണാതെ പഠിച്ച സൂറത്തുകൾ വല്ലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചെടുക്കണം. വലിയ തെറ്റാണ് ഖുർആൻ കാണാതെ പഠിച്ചത് മറന്നു പോവുക എന്നുള്ളത്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ഖുർആൻ ഓത്ത് ശരിയാക്കണമെങ്കിൽ നമ്മുടെ ഇമാമ റെഡിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കഫിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ പള്ളിയിലാവുമ്പോൾ ഒരു സമയം നിശ്ചയിക്കുക. ആ സമയത്ത് ഓത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് എല്ലാവരും ചെല്ലാൻ വേണ്ടി നിശ്ചയിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ചക്കരക്കല്ലും പരിസരത്തുള്ള എല്ലാവരും ഖുർആനോത്ത് ശരിയാക്കണം. പലരും ഉറക്കോതാൻ പേടിയാണ്, മനുഷ്യന്മാർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട്. ഓത്ത് ശരിയല്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇമാം അതിന് റെഡിയാണ്, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, സ്വഹാബാക്കളുടെ ചരിത്രം, ഹദീസ്, ബുഖാരിയോ മുസ്ലിമോ ഹദീസ്, ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും സമയത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ എപ്പോൾ വുളു മുറിഞ്ഞാലും, വുളു പോയാൽ ഒന്ന് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ വുളു മുറിഞ്ഞു പോയാൽ ഉടൻ പോയി വുളു എടുക്കുക. വുളു എടുത്താൽ നമുക്ക് 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ 2 റക്അത്ത് 1 മണിക്കൂർ നേരം നിസ്കരിക്കുക വേണമെങ്കിൽ. നമുക്കിപ്പോൾ ജമാഅത്ത് നിസ്കാരം ഒരു പരിധിയിലപ്പുറം നീട്ടാൻ പാടില്ല. ഫിത്ന എന്നാണ് പറഞ്ഞത്. കാരണം പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, രോഗികളുണ്ടാവും, യാത്രക്കാരുണ്ടാവും, പലരും ഉണ്ടാവും. അപ്പോൾ സുബഹി ജമാഅത്ത് അടക്കം ഒരു പരിധിയിലപ്പുറം ഇമാം ഓതാൻ പാടില്ല. എന്നാൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ബഖറ മൊത്തം ഓതിയാൽ എന്താ പ്രശ്നം? അപ്പം അതുകൊണ്ട് ധാരാളമായി നിസ്കരിക്കണം. അതിനുള്ള അവസരമാണ്. എപ്പോൾ ഉളു മുറിഞ്ഞാലും നേരെ പോയി ഉളു എടുക്കുക, നേരെ നമ്മുടെ ആ സ്ഥലത്ത് വന്നിട്ട് 2 റക്അത്ത് നമുക്ക് സുജൂദ് ദീർഘിപ്പിക്കുക, റുക്കൂ ദീർഘിപ്പിക്കുക, കൈകൾ ഉയർത്തുമ്പോൾ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇങ്ങനല്ല, ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ തൗബയാണ് പ്രധാനമായും ഇത്തിക്കാഫിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചെയ്ത പാപങ്ങൾ പടച്ചവനോട് എടുത്തു പറഞ്ഞ് അള്ളാൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ് ആത്മാർത്ഥമായി നമ്മൾ പടച്ചവനോട് പശ്ചാത്തപിക്കുക എന്നതാണ് സംഭവിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നീട് ബാങ്ക് കൊടുത്താൽ, ഇപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തു നമ്മൾ ഇത്തിക്കാഫിലുള്ളതെങ്കിൽ പിന്നെ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞു. നിസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. അപ്പം പിന്നെ സ്റ്റോപ്പ്, നേരെ എഴുന്നേൽക്കുക, ബ്രഷ് എടുക്കുക. കാരണം എല്ലാ ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള ഉളുവിൻ്റെ ഭാഗമായി മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു, എൻ്റെ ഉമ്മത്തിന് പ്രയാസമല്ലായിരുന്നുവെങ്കിൽ. അപ്പം അത് അത്രയും പ്രധാനമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. നേരെ ബ്രഷ് എടുക്കുന്നു, നമ്മൾ ബാത്റൂമിൽ പോകുന്നു, ബ്രഷ് ചെയ്യുന്നു, എന്നിട്ട് നേരെ നമ്മൾ ഇത്തിക്കാഫിരിക്കുന്ന സ്ഥലത്തേക്കല്ല വരേണ്ടത്, 1ാമത്തെ സഫിലേക്കാണ് വരേണ്ടത്. 1ാമത്തെ സഫിൽ തന്നെ വലതു ഭാഗത്തിന് പ്രാധാന്യമുണ്ട്.
സ്വഹാബത്ത് ചെറിയൊരു മത്സരം കാണിച്ചിരുന്ന ഒന്നാമത്തെ സഫിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ സഫിൽ കഴിയുമെങ്കിൽ വലതു ഭാഗത്തിന് നമ്മൾ വരുന്നു, ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്ത് നിർവഹിക്കുന്നു. എന്നാലും ബാക്കി സമയം ഉണ്ടാവും. അവിടെയാണ് ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്കുള്ള പ്രാർത്ഥന നാം തട്ടിക്കളയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പടച്ചവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ പ്രാർത്ഥന തട്ടിക്കളയില്ല. അപ്പോൾ നമ്മൾ കൈകൾ ഉയർത്തി തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം. സലാം വീട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചോ അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ദിക്റും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാവുന്നതാണ്. ആ കാര്യം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ, ബാങ്ക് കൊടുത്ത് ഏതായാലും ഈ ഓതിയോ പൂർത്തിയാക്കട്ടെ വിചാരിക്കും. അവസാനം എന്താ സംഭവിക്കുക, ളുഹറിൻ്റെ 4 റക്അത്തിൽ നമുക്ക് 2 കിട്ടും. അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു പോയി. നമ്മളെവിടെ ഇരിക്കുന്നത് പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് ആ അപകടം നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഇനി ഒരാൾ ബാങ്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് എണീറ്റിലെ ഇത്തിക്കാഫ് പിന്നെ താരാറാവൊന്നുമില്ല. പക്ഷേ ഓരോരോ തർത്തീബുണ്ടല്ലോ. ബാങ്ക് കൊടുത്താൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ ജമാഅത്ത് നമസ്കാരത്തിലേക്ക് ബന്ധിപ്പിച്ചാണ് വരേണ്ടത്. മറ്റൊന്ന് ലൈലത്തുൽ ഖദർ, ഇന്ന് രാത്രി ഒറ്റയിട്ട രാവാണ്. ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. ലൈലത്തുൽ ഖദർ എപ്പോൾ എന്ന ചോദ്യത്തിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം അവസാനത്തെ 10 നിന്നാണ്. എപ്പോഴും ആകാം. ഒന്നുകൂടി മൈന്യൂട്ടായിട്ട് ഹദീസിലേക്ക് പരിശോധിച്ചാൽ ഒറ്റയിട്ട രാവുകൾ എന്ന് കാണാം. അപ്പം അതുകൊണ്ട് ഇത്തിക്കാഫ്, ശരിക്കും ഇത്തിക്കാഫ് 10 ദിവസമാണ്, അഥവാ അവസാനത്തെ 10 മൊത്തമാണ്. ഇന്ന് മഗ്രിബോടുകൂടി പ്രവേശിച്ച് പെരുന്നാളിൻ്റെ മാസപ്പിറവി അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി എന്ന വിവരം കിട്ടുന്നത് വരെയാണ് ശരിക്ക് ഇത്തിക്കാഫ് പൂർണ്ണമായും. എന്നാൽ ചില ആളുകൾക്ക് 3 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ ഒക്കെ ഇരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. അവർക്ക് അങ്ങനെയും ചെയ്യാം. അതൊന്നുമല്ല, നമ്മൾ അധ്വാനിച്ചില്ലെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയായി പോകും. അല്ലെങ്കിൽ നമ്മുടെ 2 കുട്ടികൾ പരീക്ഷയിലാണ്, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായേ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ശറഈയായ കാരണങ്ങളുണ്ടാകും. അത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പൂർണ്ണമായും ഇരിക്കാൻ പറ്റിയില്ല എന്ന് വരാം. എന്നാൽ എത്ര സമയം, അവസാനത്തെ 10 നമ്മുടെ കേന്ദ്രം പള്ളിയിൽ നിന്ന് വരുന്നു, പള്ളിയിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ ഒരു ജോലിയുള്ള ഒരാൾക്ക് പകൽ സമയത്ത് ജോലിക്ക് പോയേ പറ്റൂ. അയാൾ പള്ളിയിൽ തന്നെയാണ്. പള്ളിയിൽ നിന്ന് ജോലിക്ക് പോകുന്നു, പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എല്ലാം പടച്ചോനറിയാലോ ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ അതൊന്നുമല്ലാത്ത ആളുകൾ വിചാരിച്ചൊന്നും നടക്കൂല എങ്കിൽ അവസാനത്തെ 10 എല്ലാ ദിവസവും രാത്രി പള്ളിയിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ എത്രയാണോ നമുക്ക് സമയം. അതേപോലെ സഹോദരിമാർ, എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ചെയ്യേണ്ടത്? ഉറക്കമൊഴിയൽ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയെക്കുറിച്ച് പറഞ്ഞത് അഹ്യൽ ലൈൽ, റസൂലുള്ള രാത്രിയെ ജീവിപ്പിച്ചു. ഉറങ്ങാതിരിക്കൽ സുന്നത്താണ് അവസാനത്തെ 10, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ. അപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും ഉറങ്ങൂല. ഇനി കുട്ടനിറക്കട്ടെ എന്നറിയും. കുട്ടനിറക്കാനൊക്കെ വേറെ ആൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു സന്തോഷമാണ്. അപ്പോൾ ചെറിയൊരു ഭൗതികമായ കാര്യത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഉറക്കം ചെയ്യുക, ഒരു കാര്യമില്ലാതെ. എന്നാൽ തനസ്സലുൽ മലായികത്തു വറൂഹ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ, റൂഹ് അവിടെ പ്രത്യേകം പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മലക്കുകൾ ഇറങ്ങി വരികയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കാര്യം പടച്ചോൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ വരുമ്പോൾ നമ്മളിങ്ങനെ അശ്രദ്ധമായി ആ ദിവസം നമ്മൾ ഷോപ്പിങ്ങിൽ പോകണം. 21 രാവിലെ ഷോപ്പിങ്ങിലാണ്, 23 മലക്കിറങ്ങിയൊക്കെ നമ്മൾ പള്ളിയിലില്ല എന്നൊരവസ്ഥ വരാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് രാത്രിയെ ജീവിപ്പിക്കുക. പക്ഷെ ജീവിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ആദ്യത്തെ നോമ്പറല്ലേ, കണ്ണൂർ ജില്ലയിൽ നമ്മളൊക്കെ നോമ്പർ നോക്കിയാൽ പിന്നെ പുലർച്ചെ വരെ അത് മതി, അത്യാവശ്യം കയ്യിലാണ്. പക്ഷെ നമുക്കത് ശരിയാവില്ല. 2 ഒറോട്ടി വെച്ചില്ലേ പിന്നെ പട്ടിണിയായപ്പോഴുള്ള മനുഷ്യന്മാർക്ക് തോന്നാം. ശരിക്കും എന്താ ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആകെ കണ്ണിങ്ങനെ ക്ഷീണിച്ച് നോക്കും. എന്താ കാര്യം എന്നറിയോ? അടിച്ച് കയറ്റിയ പ്രശ്നമാണ്. നമ്മൾക്ക് നോമ്പിൻ്റെ ക്ഷീണമാണ്, പലർക്കും ഭക്ഷണത്തിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ പല ആൾക്കാർ ഈത്തിക്കാഫ് ഉറങ്ങലാവും, ഈത്തിക്കാഫ് കിടക്കുക. ഈത്തിക്കാഫ് ഇരിക്കുകയാണ് ശരിക്കും പറയേണ്ടത്, പക്ഷേ ഈത്തിക്കാഫ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് താങ്ങാൻ കഴിയാതെ വീണു പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായി നിയന്ത്രിക്കണം ഭക്ഷണത്തെ. എല്ലാവരും ഇങ്ങോട്ട് വന്ന് അടിച്ച് അങ്ങോട്ട് തിന്ന് ഞങ്ങളങ്ങോട്ട് ഹരാക്കി. ഈത്തിക്കാഫ് ഹരാക്കലല്ല. അതിൻ്റെ അർത്ഥം പള്ളിയിൽ വന്ന ആൾക്കാർ പരസ്പരം ഒന്ന് വർത്താനം പറയണ്ടെന്നോ തമാശ പറയണ്ടെന്നൊന്നും അല്ല. മറിച്ച് അത് ഒറ്റക്കൊറ്റക്ക് തന്നെ ഉള്ളതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് രാത്രി ഉറക്കമൊഴിയേണ്ടതാണ്. ഉറക്കമൊഴിയുമ്പോൾ നമുക്ക് തടസ്സം
നമ്മൾ അടിച്ച് കയറ്റിയ ഭക്ഷണം ആമാശയത്തിൽ ഇങ്ങനെ ദഹിക്കുമ്പോൾ നമുക്കിങ്ങനെ ഉറക്കം വരും. അപ്പോൾ പിന്നെ നമുക്ക് താങ്ങാൻ കഴിയാതെ നമ്മൾ 25 രാവിലെ ഞാൻ ഉറങ്ങിപ്പോയി, 25 രാവിലെ ഓതണം എന്ന് വിചാരിച്ചതിന് 2 മണിക്ക് ഒരു കിടത്തം കൂടെ കിടന്ന് പിന്നെ എണീക്കുന്നത് 4 മണിക്കാണ്. ആരൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പ്രധാന കാരണം ഒന്ന് ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് നോൽക്കുമ്പോഴും ഭക്ഷണം കുറക്കണം. ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അളവ് അറിയൂല, നിൽക്കുമ്പോഴാണ് എൻ്റെ റബ്ബേ കോച്ചിപ്പോകുന്ന രൂപത്തിലാണല്ലോ കയറ്റിയെന്ന് മനസ്സിലാവുക. നിൽക്കുമ്പോഴാണ് അളവ് മനസ്സിലാവുക, ഇരിക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാലും പലർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ക്ലാസ്സിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, സംഗതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് അടിച്ച് കയറ്റും. അപ്പം അത് നന്നായി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഇബാദത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഭക്ഷണം ഒരിക്കലും തടസ്സമാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. അപ്പോൾ അഹ്യൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ ജീവിപ്പിച്ചു. അപ്പോൾ സുബഹി വരെ എനിക്ക് ഉറക്കമൊഴിയണം എന്നങ്ങോട്ട് തീരുമാനിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉറങ്ങിപ്പോയേക്കാം. പിന്നെ ഈ ഉറക്കെപ്പോഴാണ് കടമ്പ് കിട്ടുക? രാത്രി മുഴുവൻ ഉറക്കം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണ്ടേ? ശരി, അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു വൻ നഷ്ടം ഈത്തിക്കാഫി ഇരിക്കുന്ന ആൾക്കാർക്ക്, അഥവാ സുബഹിയിൽ ഇമാമ് സലാം വീട്ടാൻ കാത്തുക്കും ഒരൊറ്റ കിടത്തപ്പോൾ രാത്രി ഉറക്കം കഴിഞ്ഞ് മനുഷ്യന് ഇനി അങ്ങോട്ട് ഫൈൻ അടിക്കട്ടെന്ന് പറ്റൂല. അവിടെയാണ് ഈ അവസാനത്തെ 10 സുബഹി കഴിഞ്ഞ് പ്രഭാതം വരെയുള്ള ആ ഒരു ഏതാനും മണിക്കൂർ, 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയം നമ്മൾ ഉറങ്ങേണ്ട സമയമല്ല, ദിക്റുകൾ പൂർത്തിയാക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഒരു സഹാബി, പേര് വിട്ടുപോയി, അവിടുത്തെ വീട്ടിലേക്ക് കുറേ ആൾക്കാർ അദ്ദേഹത്തെ രാവിലെ കാണാൻ വന്നു. അപ്പോൾ അവർ ഡോറിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്കൊരു സംശയം. അവർ കുറച്ച് പിന്നോട്ട് പോയി. ഇത് സഹാബി കണ്ടു. പുറത്തു നിന്ന് എന്താണെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ ഈ സുബൈ നിസ്കരിച്ച് വിശ്രമിക്കുക ഉറങ്ങിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് ശക്തിയിൽ അള്ളാഹിൻ്റെ റസൂല് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളെ ഉറങ്ങാൻ വിടുമെന്ന് വിചാരിച്ചത് നിങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചു. ആ ഒരു ശക്തമായ ഭാഷയെ പറയാൻ കാരണം അള്ളാഹിൻ്റെ റസൂൽ അത്ര ഗൗരവത്ത് പറഞ്ഞ കാര്യമാണ്. പ്രഭാത സമയം അള്ളാഹുവിൻ്റെ ബറക്കത്തുള്ള സമയമാണ്. സ്വഹാബാക്കൾ ദുന്യവിയായ കാര്യങ്ങൾ ചെയ്യാൻ പോലും രാവിലെ തിരഞ്ഞെടുക്കായിരുന്നു എന്നാണ്. അത്രയും ബറക്കത്തുള്ള സമയമാണ്. അതുകൊണ്ട് ചില വീടുകളിൽ ചില വ്യക്തികൾക്ക് രാവിലെ ഉറങ്ങിയേ തീരും. നമ്മൾ തലേന്ന് രാത്രി മൊത്തം ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങരുത് എന്നല്ല പറയുന്നത്, പക്ഷേ പ്രഭാത സമയം നമുക്ക് നഷ്ടമാകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇനി രാത്രി മുഴുവൻ ഉറക്കം കഴിഞ്ഞാലും രാത്രി തീരുന്നത് രാവിലെ 7 മണിക്കാണ് നമ്മൾ ആദ്യം ഉറപ്പിച്ചാൽ, എന്നാലേ അത് ഉറങ്ങാനായിട്ടുള്ളൂ. അപ്പോൾ സുബഹി കഴിഞ്ഞാലും ആ ഉള്ള ത്വാക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ദിക്റുകളൊക്കെ പൂർത്തിയാക്കി പ്രഭാതം നമ്മൾ കാണാൻ പറ്റും ബോർഡിൽ. ആ സമയം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ സമയത്ത് വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പള്ളിയിൽ ദീനീ പഠനങ്ങൾക്ക് സ്ഥിരം സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റിയ രൂപത്തിൽ സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുകാരെ വിളിച്ചുണർത്തി. അപ്പം നമ്മൾ മാത്രം സ്വർഗത്ത് പോയാൽ പോരാ, നമ്മുടെ പാപങ്ങൾ മാത്രം പുറത്ത് കിട്ടിയാൽ പോരാ. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളുടെ ഭാഗം എന്തിനാ? തറാവീസ്കരിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ. സ്ത്രീകൾ ഈ സുബൈക്ക് എന്തേ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളൊപ്പം വന്നാൽ വീട്ടിൽ ചെറിയ കുട്ടികളുടെ പ്രശ്നമില്ല, അല്ലെങ്കിൽ വൃദ്ധരായ രോഗികളുടെ പ്രശ്നമില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ എന്തിനാണ് നമ്മൾ ഒറ്റക്ക് കാറിൽ പോകുന്നത്? എന്തിനാ? നമ്മുടെ മോളെ കൂട്ടിക്കൂടെ, നമ്മുടെ ഉമ്മാനെ കൂട്ടിക്കൂടെ, മകളെ കൂട്ടിക്കൂടെ? അപ്പം അതുകൊണ്ട് പള്ളിയിലേക്ക് പ്രത്യേകിച്ച് അവസാനത്തെ 10 പരമാവധി നമ്മുടെ കുട്ടികളൊക്കെ ആകുമ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ഓടിക്കളിക്കും, ഒന്നൊരു പ്രശ്നമേ അല്ല. പള്ളി കുട്ടികളുടേത് കൂടിയാണ്. എന്താ കുട്ടികളിങ്ങനെ വച്ചുണ്ടാക്കുന്നൊന്നും മിണ്ടാൻ പാടില്ല. നമ്മളൊക്കെ കുട്ടികളായിരുന്നു ആദ്യം. അവരിങ്ങനെ ഓടിക്കളിക്കും, അത് അവഗണിച്ചേക്കുക. അത് അവരുടെ, നമ്മൾ ദേഷ്യം പിടിച്ചാൽ അവർക്ക് പള്ളിയോട് തന്നെ ഞാൻ പള്ളിയിൽക്കല്ല പറയും, അവിടെ ഒരാളുണ്ട് അയാളുടെ കണ്ണുരുട്ടിന്ന് പറയും, പിന്നെ പള്ളിക്ക് തന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥാനത്ത് നമ്മൾ വരാൻ പാടില്ല. കുട്ടികളാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. സ്ത്രീകളുടെ ഭാഗത്താകുമ്പോൾ കുട്ടികൾ കരയും. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കരച്ചിൽ കേട്ടപ്പോൾ നിസ്കാരം ചുരുക്കി. ആ ഉമ്മാൻ്റെ വിഷമം റസൂലുള്ളാഹിയുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് പ്രകൃതിപരമാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരിമാരുടെ കാര്യവും ഇനി അങ്ങനെയൊന്നും അല്ല. ചില ആൾക്കാർക്ക് വീട്ടിലിരുന്നാൽ ലൈലത്തുൽ ഖദ്ർ കിട്ടില്ല ഒന്നുമില്ല, ഒരു രക്ഷയില്ല, വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെ സഹോദരിമാരോ നമ്മളോ വീട്ടിലിരിക്കേണ്ടി വന്നാലും രാത്രി ഹയാത്താക്കാം, പള്ളിയിൽ മാത്രമല്ല. ഇനി സഹോദരിമാർ കുറച്ചുണ്ടാവും ഇപ്പം. പക്ഷെ പറഞ്ഞെടുക്കേണ്ട ഒരു കാര്യം,
ചില സഹോദരിമാർ അവർക്ക് മെൻസസ് പീരീഡ് വന്നാൽ പിന്നെ ഇസ്ലാം രാജിവെച്ചതുപോലെയാണ്. പിന്നെ ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. എന്തിനങ്ങനെ ബന്ധമില്ലാതാവേണ്ട കാര്യം? ആ സമയത്ത് നിസ്കാരം പാടില്ല. മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതരുത്, അത്രേ ഉള്ളൂ. മുസ്ഹഫ് എടുത്തിട്ട് ഖുർആൻ ഓതാൻ പാടില്ല, നിസ്കാരവും പാടില്ല. അവരുടെ ദിക്റുകൾ ദുആകളെല്ലാം ചെയ്യാം. ഇപ്പോൾ ഒരു 25-ാം രാവിന് 27-ാം രാവിന് നമ്മുടെ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് വിചാരിക്കുക. അവർക്ക് ലൈലത്തുൽ ഖദർ പോകുന്നില്ല. ആയിഷ ബീവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, അത് പ്രകൃതിപരമാണ് ആയിഷ, അത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. നമ്മളാണോ നമുക്ക് മെൻസസ് നിശ്ചയിക്കുന്നത്? സഹോദരിമാരല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കും പറഞ്ഞു കൊടുക്കണം. അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോയിട്ടില്ല അവസാനത്തെ 10-ൽ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലും അവർക്കും കൂലി വാങ്ങാം. അതുകൂടി പറഞ്ഞു കൊടുക്കണം. 2027 റമദാനിൽ ഒരുപക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ റമദാൻ ആകാം എന്ന് കരുതി ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നമ്മൾ ദാനം ചെയ്യണം. എല്ലാ ദിവസവും ദാനം ചെയ്യണം. ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് അറിയില്ലല്ലോ. അപ്പം എല്ലാ ദിവസവും എന്ത് ചെയ്യുക? നല്ല സംരംഭങ്ങൾ നോക്കി നമ്മൾ ദാനം ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ നമ്മുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹജ്ജ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഹജ്ജ് ചെയ്യേണ്ട ആളാണോ എങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, അടുത്ത പ്രാവശ്യം അപേക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കുക. അതേപോലെ തന്നെ ഉംറ ചെയ്യാത്തവർ, അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് ഉംറക്ക് പോവുക. ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല തീരുമാനങ്ങൾ ഈത്തിക്കാഫിലെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടാൽ പിന്നെ ഒരു പാപവും നമ്മുടെ അടുത്ത് അവശേഷിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മുടെ ഈത്തിക്കാഫ് വിജയിച്ചു, നമ്മുടെ നോമ്പ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ അങ്ങാടിയിൽ ഈ ഒരു സ്ഥലത്ത് ഒരു വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഏറ്റവും വിശിഷ്ടമായ, ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ വലതുകാല് വെച്ച് പ്രവേശിക്കേണ്ടുന്ന അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് പ്രവേശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നതിന് കഠിന പ്രയത്നം നടന്നിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ ഓരോ സുജൂദ് നടക്കുമ്പോഴും അതിൻ്റെ കൂലി ഇതിന് കാരണക്കാരായ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ പള്ളിയുടെ നടത്തിപ്പ് ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ മദ്രസ നമുക്ക് പുതിയ സ്ഥലം വാങ്ങണം, ഇവിടുത്തെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ശക്തിപ്പെടുത്തണം, നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ ദാവാ പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ, നമ്മളെല്ലാവർക്കും സംഭാവന കൊടുക്കും. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിന് എന്തു കൊടുത്തു, നമ്മുടെ മദ്രസക്ക് എന്തു കൊടുത്തു എന്നത് നമ്മൾ ചിന്തിക്കുകയും മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ഒരു നല്ല സംഖ്യ നമുക്കിവിടെ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.